അപ്പൊ നമ്മൾ ഇനി മാക്സിമം മിനിമം കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. ഓക്കെ, മാക്സിമം മിനിമം കണ്ടുപിടിക്കുന്നതിന് രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ഒരെണ്ണം നെസസറി കണ്ടീഷനും അടുത്തത് സഫിഷ്യന്റ് കണ്ടീഷനും ആണ്. ഒരെണ്ണം നെസസറി കണ്ടീഷനും അടുത്തത് സഫിഷ്യന്റ് കണ്ടീഷനും ആണ്. നെസസറി കണ്ടീഷൻ എന്താ? നമ്മളിപ്പോ പഠിച്ചായിരുന്നു. മാക്സിമയ്ക്കും മിനിമയ്ക്കും സെയിം ആണ്. എന്ത് സീറോ? ചുമ്മാ സീറോയാ? സ്ലോപ്പ് സീറോ ആയിരിക്കണം. dy/dx ഈക്വൽ ടു സീറോ. ഇവിടെയും dy/dx ഈക്വൽ ടു സീറോ. ഇതാണ് നെസസറി കണ്ടീഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ. ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ ക്ലിയർ ആണോ? ഇനി രണ്ടാമത്തെ കണ്ടീഷൻ സഫിഷ്യന്റ് കണ്ടീഷൻ ആണ്. ഇതിനെ നമ്മൾ സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ എന്ന് വിളിക്കാറുണ്ട്. സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ എന്ന് വിളിക്കാറുണ്ട്. സഫിഷ്യന്റ് കണ്ടീഷൻ ഇതാണ്, ശ്രദ്ധിച്ചിരിക്കണം, തിരിഞ്ഞു പോവരുത്. മാക്സിമയാണെങ്കിൽ d²y/dx² ലെസ് ദാൻ 0 ആയിരിക്കണം. മാക്സിമയാണെങ്കിൽ ഇത് നെഗറ്റീവ് ആയിരിക്കണം. തെറ്റിക്കരുത്, തിരിഞ്ഞു പോകും. മിക്കവരും തിരിച്ചെഴുതി വെക്കും ഗ്രേറ്റർ ദാൻ 0 എന്ന്, മാക്സിമ എന്ന് കാണുന്നത് കൊണ്ട്. അപ്പൊ ഇവിടെയാണ് ട്വിസ്റ്റ്. മാക്സിമയാണെങ്കിൽ ഇത് നെഗറ്റീവ് ആയിരിക്കും. d²y/dx² ലെസ് ദാൻ 0 ആയിരിക്കണം. മിനിമയാണെങ്കിൽ d²y/dx² ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ഇതാണ് മാക്സിമ മിനിമയുടെ നെസസറി കണ്ടീഷനും സഫിഷ്യന്റ് കണ്ടീഷനും. ദീസ് ആർ ദ ടു കണ്ടീഷൻസ് ഫോർ മാക്സിമ ആൻഡ് മിനിമ. ഇതാണ് ഈ ഒരു പോർഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക്, മാക്സിമ മിനിമ. ഓക്കെ, ക്ലിയർ ആണോ? ഇത് പഠിച്ചോ? ഒന്ന് പഠിച്ചേ. മാക്സിമയും മിനിമയും നെസസറി കണ്ടീഷൻ രണ്ടിലും സെയിം ആണ്. dy/dx ഈക്വൽ ടു 0 ആണ്. സമയം സഫിഷ്യന്റ് കണ്ടീഷൻ d²y/dx² ലെസ് ദാൻ 0 ആണ് മാക്സിമയില്, ഗ്രേറ്റർ ദാൻ 0 ആണ് മിനിമയില്. തെറ്റിക്കരുത്. പേരൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മാക്സിമയില് ഗ്രേറ്റർ ദാൻ എന്നൊക്കെ എഴുതാൻ തോന്നും. തെറ്റിക്കരുത്. ഇവിടെ ഒരു ചെറിയ ട്വിസ്റ്റ്, ഒരു ചെറിയൊരു പിടി ഇവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട്. മാക്സിമ ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ, മിനിമ ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ. പഠിച്ചോ? എല്ലാരും പഠിച്ചോ? അൽക്ക, അശ്വതി? എനിക്ക് അശ്വതിയുടെ അൽക്കയുടെയും വീഡിയോ കാണത്തില്ലല്ലോ. ടീന പഠിച്ചോ? ഞാൻ പഠിച്ചു. ഞാൻ വീഡിയോ അറിയാം. ഓക്കെ ഓക്കെ ഓക്കെ. ഒരു പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ? കണ്ടീഷൻ തെറ്റിക്കരുത്, മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിൻ ദ ഫോളോയിങ് ഫംഗ്ഷൻ ഫോർ ഇറ്റ്സ് മാക്സിമം ഓർ മിനിമം. ഫംഗ്ഷൻ ഇതാണ്, y ഈക്വൽ ടു 48 പ്ലസ് 16x മൈനസ് 4x². ഓക്കെ, അപ്പൊ മാക്സിമം മിനിമം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. അതായത് ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ ചെയ്യുക, എന്നിട്ട് അതിനെ ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യുക. dy/dx കണ്ടുപിടിക്കുമ്പോൾ എത്ര കിട്ടും? 0 പ്ലസ് 16 മൈനസ് 8x എന്ന് കിട്ടും. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് കണ്ടീഷൻ എന്താ? dy/dx ഇസ് ഈക്വൽ ടു 0 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 16 മൈനസ് 8x ഈക്വൽ ടു 0 എന്ന് ഇട്ടിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഈ മൈനസ് 8x ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അതായത് പ്ലസ് 8x ആയിട്ട് മാറും. അപ്പൊ 16 ഈക്വൽ ടു 8x എന്ന് കിട്ടും. x ഈക്വൽ ടു 16 ഡിവൈഡഡ് ബൈ 8 ഈക്വൽ ടു 2. x ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഇതുവരെ എല്ലാവർക്കും മനസ്സിലായോ? x ഈക്വൽ ടു 2 എന്ന് കിട്ടി. ക്ലിയർ ആണോ എല്ലാവർക്കും? ഇനി നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ എന്താ? d²y/dx² കണ്ടുപിടിച്ചിട്ട് അത് പോസിറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ മിനിമ ആയിരിക്കും, അത് നെഗറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ മാക്സിമ ആയിരിക്കും. അറ്റ് x ഈക്വൽ ടു 2. അറ്റ് x ഈക്വൽ ടു 2. ഓക്കെ, അപ്പൊ ഞാൻ ഇനി ഇതിന്റെ d²y/dx² കണ്ടുപിടിക്കാൻ പോവാണ്. d²y/dx² കണ്ടുപിടിക്കുമ്പോൾ എനിക്ക് എത്ര കിട്ടും? 16 മൈനസ് 8x ഞാൻ ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ എനിക്ക് 0 മൈനസ് 8 ഈക്വൽ ടു -8 എന്ന് കിട്ടും.
-8 എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? നെഗറ്റീവ്. നെഗറ്റീവ് ആണ്. അതായത് d²y/dx² ഈസ് ലെസ് ദാൻ 0. അതിന്റെ അർത്ഥം എന്താ? മാക്സിമം. ഫംഗ്ഷൻ ഇസ് മാക്സിമം. maximum. Function is maximum at x equal to 2. Function is maximum at x equal to 2. Okay, x ന്റെ വാല്യൂ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു. Function is maximum at x equal to 2. ഇനി ഇതിന്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണം. ഈ ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ x equal to 2 എന്നുള്ളത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എക്സിന് ഈ ഇക്വേഷനിൽ 2 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുത്താൽ ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും. അപ്പൊ y ഈക്വൽ ടു മാക്സിമം വാല്യൂ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. y ഈക്വൽ ടു 48 പ്ലസ് 16 into 2 minus 4 into 2 square. That is equal to 48 plus 16 into 2 എത്രയാ? 32 minus 16. 48 plus 32 minus 16 ചെയ്യുമ്പോൾ 8 2 10 4 1 5 5 3 8 80 minus 16 വരും അല്ലേ? കറക്റ്റ് ആണോ? 80 minus 16 എത്രയാ? 64. അപ്പൊ ഇതാണ് ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ. മാക്സിമം വാല്യൂ ആയതുകൊണ്ട് ഇത് പ്ലസ് വന്നു കേട്ടോ. മിനിമം വാല്യൂ കാണുമ്പോൾ ചിലപ്പോൾ നെഗറ്റീവ് വരും. ഓക്കെ, ഇതാണ് ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ. അപ്പോ x ഈക്വൽ ടു 2 ഈ ഫംഗ്ഷൻ മാക്സിമത്തിലാണ്. അതിന്റെ മാക്സിമം വാല്യൂ 64 ആണ്. എങ്ങനെ കണ്ടുപിടിച്ചതെന്ന് ഒന്നുകൂടെ നോക്കി. ക്ലിയർ ആണോ നോക്കി. ഇത് ഏറ്റവും സിമ്പിൾ പ്രോബ്ലം ആണ് ഇതിനകത്തെ. ക്ലിയർ ആണോ നോക്കി. ഇത് സാധാരണയായിട്ട് നമ്മൾ എക്കണോമിക്സിൽ ഇഷ്ടം പോലെ അപ്ലൈ ചെയ്യാറുണ്ട്. നമുക്ക് കോസ്റ്റ് മിനിമൈസേഷൻ, ടോട്ടൽ റവന്യൂ മാക്സിമൈസേഷൻ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. അപ്പൊ ഏത് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഏത് പ്രൈസിലാണ് പ്രോഫിറ്റ് മാക്സിമത്തിൽ എത്തുന്നത്, എത്രയാണ് മാക്സിമം പ്രോഫിറ്റ്, ഇതൊക്കെ കണ്ടുപിടിക്കാൻ ഈ ഒരു മാക്സിമം മിനിമം കൺസെപ്റ്റ് നമ്മൾ എക്കണോമിക്സിൽ ഒരുപാട് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതിന്റെ ആപ്ലിക്കേഷൻസ് ഇൻ എക്കണോമിക്സും നമുക്ക് പഠിക്കാനായിട്ട് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇല്ലസ്ട്രേഷൻ 12. എക്സാമിൻ ദ ഫോളോയിങ് ഫംഗ്ഷൻ ഫോർ ഇറ്റ്സ് മാക്സിമ ഓർ മിനിമ ആൻഡ് ഡിറ്റർമൈൻ ഇറ്റ്സ് വാല്യൂ. എക്സാമിന് മിക്കവരും ഈ ഡിറ്റർമൈൻ ഇറ്റ്സ് വാല്യൂ എന്നുള്ള കാര്യം മറന്നു പോകും. നമ്മുടെ തേർഡ് ഇയറിലെ മീര ഇല്ലേ, മീരക്ക് ഇതായിരുന്നു മീരയുടെ പ്രശ്നം. മീര എല്ലാം ശരിയാക്കും, പക്ഷെ ആ ഡിറ്റർമൈൻ ദ വാല്യൂ എന്നുള്ള പോർഷൻ കാണത്തില്ല. അപ്പൊ അവിടെ പകുതി മാർക്ക് പോകും. അപ്പൊ അതുകൊണ്ട് മറന്നു പോകരുത്. നമ്മള് ഫംഗ്ഷന്റെ മാക്സിമം മിനിമം കണ്ടുപിടിക്കണം, എന്നിട്ട് അതിന്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഫംഗ്ഷൻ ഇതാണ്. c ഈക്വൽ ടു 2x² minus 12x plus 40. ഇപ്പൊ ഫംഗ്ഷൻ c ആയതുകൊണ്ട് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ dc/dx എന്നൊക്കെ എഴുതണം കേട്ടോ. ഫംഗ്ഷൻ y ആയതുകൊണ്ടാണ് dy/dx എന്ന് എഴുതുന്നത്. ഫംഗ്ഷൻ z ആണെങ്കിൽ നമ്മൾ dz/dx എന്ന് എഴുതും. വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഫസ്റ്റ് ഓർഡർ കണ്ടീഷനും സെക്കൻഡ് ഓർഡർ കണ്ടീഷനും ഒക്കെ ഒന്ന് കണ്ടുപിടിച്ച് ഈ ഫംഗ്ഷൻ മാക്സിമയാണോ മിനിമയാണോ, അങ്ങനെയാണെങ്കിൽ അതിന്റെ വാല്യൂ എത്രയാണെന്ന് ഒന്ന് കണ്ടുപിടിച്ച്. Examine the following function for its maximum or minimum and determine its value.
പോസിറ്റീവ് മിനിമം ആണോ? ആൻസർ എത്ര കിട്ടി? ഇതിന്റെ d സ്ക്വയർ y ബൈ ഡി എക്സ് സ്ക്വയർ പോസിറ്റീവ് കിട്ടിയോ? ഫംഗ്ഷൻ മിനിമം ആണ്. മിനിമം അറ്റ് എക്സ് ഈക്വൽ ടു എത്രയാ? എക്സിന്റെ വാല്യൂ എത്ര? എക്സ് ഈക്വൽ ടു 3. ഇനി മിനിമം വാല്യൂ കണ്ടുപിടിച്ചേ. മിനിമം വാല്യൂ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഈ ഇക്വേഷനിൽ എക്സിന് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ ഡി സി ബൈ ഡി എക്സ് ഈക്വൽ ടു 0 ആണ്. അതായത് 4x മൈനസ് 12 ഈക്വൽ ടു 0. 4x ഈക്വൽ ടു 12, x ഈക്വൽ ടു 12 ബൈ 4 വിച്ച് ഇസ് ഈക്വൽ ടു 3. എക്സിന്റെ വാല്യൂ കിട്ടി. ഇനി സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ ഡി സ്ക്വയർ സി ബൈ ഡി എക്സ് സ്ക്വയർ ആണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് 4 എന്ന് കിട്ടും, which is greater than 0. Therefore the function is, ഇങ്ങനെയൊക്കെ എഴുതണം കേട്ടോ. Therefore the function is minimum at x equal to 3. The minimum value is equal to c equals 2 into 3 square minus 12 into 3 plus 40. എത്ര കിട്ടും? 2 into 9 minus 12, 24, 36 plus 40. 18 minus 36 plus 40. എത്ര വരും? minus 58 ആണ്. മൈനസ് 58 മൈനസ് 58 ആ? അല്ലേ? മുംതാസിന് കിട്ടിയോ? -8 plus 40 വരും. മൈനസ് 18 അല്ലേ? നെഗറ്റീവ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് അല്ലേ? പോസിറ്റീവ് 18 അല്ലേ? 2 into 9 അല്ലേ? 22 കറക്റ്റ്. 22 കിട്ടിയോ ക്രിസ്റ്റീന? ഇല്ല. ചെയ്ത് നോക്കിയേ. ഇവിടം വരെ കിട്ടിയോ? അവിടെ വരെ കിട്ടി. 9 into 2 18. 18 minus 36. 18 ന്ന് 36 കുറച്ച് എത്രയാ? 18 തന്നെ. മൈനസ് 18 അല്ലേ? അതാ ഞാൻ പറഞ്ഞ -18 plus 40 വരും. മൈനസ് 18 plus 40 which is equal to എത്ര കിട്ടും? 22. ഞാൻ ആദ്യം പ്ലസ് ചെയ്തിട്ടാ മൈനസ് ചെയ്ത്, എന്നിട്ട് 36 14 ചെയ്ത് എന്നിട്ട് 18 ആയി. അപ്പൊ 36 plus 14 അല്ലല്ലോ അപ്പൊ ചെയ്യണ്ടേ? മൈനസ് 36 plus 40 ചെയ്യണം. 36ന്റെ സൈൻ ഇവിടെ മൈനസ് ആ. അപ്പൊ നമുക്ക് 4 കിട്ടും. 18 plus 4 22. ഓർഡർ മാറ്റി ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അതിന്റെ സൈൻ കൺസിഡർ ചെയ്യണം. അപ്പൊ 22 കിട്ടി. അപ്പൊ ഇതിന്റെ മിനിമം വാല്യൂ 22 ആണ്. ഈ ഫംഗ്ഷൻ മിനിമത്തിലാണ് അറ്റ് എക്സ് ഈക്വൽ ടു 3 ആൻഡ് ദ മിനിമം വാല്യൂ ഇസ് 22. വാല്യൂ കണ്ടുപിടിക്കാൻ മറന്നു പോകരുത്. ഇല്ലസ്ട്രേഷൻ 3 ചെയ്തേ. ഇല്ലസ്ട്രേഷൻ 13. ക്വസ്റ്റ്യൻ ഞാൻ പറയണോ? അതോ ടെക്സ്റ്റിലുണ്ടോ? Examine the function given below for its maximum and minimum. Y equals 2x square minus x cube. X square minus X cube. 2x square minus x cube. x square minus x cube.
ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ dy by dx equal to 0. അപ്പൊ നമുക്ക് 4x minus 3x square equal to 0. ഇതിൽ നിന്ന് x എങ്ങനെ കണ്ടുപിടിക്കും? x എങ്ങനെ കണ്ടുപിടിക്കും? രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഒരെണ്ണം ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അതിനെ സോൾവ് ചെയ്യാം. വേർ a is equal to ഹലോ ഒരു മിനിറ്റ്. ഹലോ ഹലോ എടി ഞാൻ ഇട്ടിട്ടുണ്ടേ. ഓക്കെ. ഇല്ല കഴിഞ്ഞിട്ടില്ല. ഓക്കെ ഞാൻ പിന്നെ വിളിക്കാം. തുടങ്ങും. ഓക്കെ. ഇവിടെ a equal to -3. a x square ആണല്ലോ. a equal to -3. x squareന്റെ കോഎഫിഷ്യന്റ് ആണ് a. So a equal to -3, b equal to 4 and c equal to 0. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് -b plus or minus root of b square minus 4ac divided by 2a ഉപയോഗിച്ച് x ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അതൊരു മെത്തേഡ്. ഓക്കെ. അല്ലെങ്കിൽ ഇവിടെ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് ഇതിപ്പോ 4x minus 3x square equal to 0 എന്നാണല്ലോ. ഇതിൽ രണ്ടിന്നും x നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ഇവിടെ നമ്മുടെ c ടേം ഇല്ലാത്തത് കൊണ്ട് രണ്ടിലും വേരിയബിൾ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് x നെ പുറത്തെടുക്കാം. x നെ പുറത്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് 4 minus 3x എന്ന് അകത്ത് കിട്ടും ഈക്വൽ ടു 0. ഓക്കെ. അപ്പൊ ഇതിന്റെ അർത്ഥം x into 4 minus 3x ചെയ്യുമ്പോൾ 0 കിട്ടും എന്നാണ്. ഓക്കെ. 0 കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം 0 ആയിരിക്കണം അല്ലേ? രണ്ട് നമ്പേഴ്സ് തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ 0 കിട്ടണമെങ്കിൽ അതിൽ ഒരെണ്ണം 0 ആണെങ്കിൽ അല്ലേ രണ്ടെണ്ണം തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ 0 കിട്ടുള്ളൂ. അപ്പൊ x 0 ആവാം. എക്സിന്റെ ഒരു ആൻസർ അപ്പൊ 0 ആണ്. പിന്നെ അല്ലെങ്കിൽ 4 minus 3x equal to 0 ആവാം. അപ്പൊ 4 equal to 3x and x equal to 4/3. അപ്പൊ എക്സിന് രണ്ട് വാല്യൂസ് വരാം. x equal to 0യും വരാം, x equal to 4/3യും വരാം. ഇങ്ങനെയാണ് എക്സിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഈ ഇക്വേഷൻ ഇട്ട് ചെയ്താൽ നിങ്ങൾക്ക് 4/3 കിട്ടും. മറ്റത് 0 ആണെന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കണം. പക്ഷെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ 0യും 4/3യും ഇവിടുന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. രണ്ട് നമ്പേഴ്സ് തമ്മിൽ ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് 0 കിട്ടി. അതിന്റെ അർത്ഥം ഇതിൽ ഏതോ ഒരെണ്ണം 0 ആണ്. സോ എക്സ് 0 ആവാം അല്ലെങ്കിൽ 4 minus 3x 0 ആവാം എന്ന ബേസിക് ഐഡിയ ഉണ്ടായിരിക്കണം. 4 minus 3x 0 ആണെങ്കിൽ എക്സ് 4/3 ആയിരിക്കും. അപ്പൊ രണ്ട് ആൻസർ എക്സിന് കിട്ടി. x equal to 0 and x equal to 4/3. ഓക്കെ ആണോ? അപ്പൊ എക്സിന് രണ്ട് വാല്യൂസ് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓർഡർ കഴിഞ്ഞു. ഇനി സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ ചെയ്യണം. സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ ചെയ്ത് d²y/dx². എത്ര വരും? ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും? 2x² minus x³ സോറി dy/dx എത്ര കിട്ടിയത്? 4x minus 3x². അപ്പൊ d²y/dx² എന്ന് പറയുന്നത് 4 minus 6x ആയിരിക്കും. ഇത് ഗ്രേറ്റർ ദാൻ 0 ആണോ ലെസ് ദാൻ 0 ആണോ? എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമോ? ഇത് ഗ്രേറ്റർ ദാൻ 0 ആണോ? എങ്ങനെ അറിയാം? 4 minus 6 into 0 ആണെങ്കിലോ? 4 minus 6 into 0 ആണെങ്കിൽ അത് 4 വരത്തില്ലേ? അപ്പൊ അത് ഗ്രേറ്റർ ദാൻ 0 ആവത്തില്ലേ? അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് കിട്ടിയ രണ്ട് എക്സിന്റെ വാല്യൂ ഉണ്ടല്ലോ. എക്സ് 0യും കിട്ടി, എക്സ് എത്ര കിട്ടിയത്? 4/3. 0യും 4/3യും കിട്ടി. ഈ രണ്ടും ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. d²y/dx² at x equal to 0 ആണെങ്കിൽ 4 minus 6 into 0 that is equal to 4, which is greater than 0. Therefore the function is minimum at
x equal to 0. ഇനി d square y by dx square at x equal to 4 by 3 equal to 4 minus 6 into 4 by 3. കട്ട് ചെയ്താൽ 3 2s are 6. അപ്പോൾ 4 minus 8 എന്ന് വരും. Which is equal to minus 4. That is less than 0. Therefore, the function is maximum at x equal to 4 by 3. അപ്പൊ മിനിമം വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ y ഈക്വൽ ടു 2x സ്ക്വയർ മൈനസ് എക്സ് ക്യൂബില് മിനിമം വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എക്സിന് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഇതിനകത്ത്. അപ്പൊ എത്ര വരും? y ഈക്വൽ ടു 2 into 0 സ്ക്വയർ മൈനസ് 0 ക്യൂബ് വിച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പൊ ഫംഗ്ഷന്റെ മിനിമം വാല്യൂ ഇസ് 0. മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എക്സിന് 4/3 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എക്സിന് 4/3 നമ്മുടെ ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? y ഈക്വൽ ടു 2 into 4/3 whole square minus 4/3 whole cube. That is equal to 2 into 16/9 minus 4 4s are 16. 16 into 4 64/3 3s are 9. 9 into 3 27. ഇത് സോൾവ് ചെയ്യണം. ഇത് സോൾവ് ചെയ്യണം. LCM മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാം. സിക്സ്റ്റീൻ ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 32. 32/9 minus 64/27. For LCM is 27. 9 into 3 27. 32 into 3 2 6 3 3 9. 96 minus 64/27 എന്ന് വരും. That is 32. 32/27 അല്ലേ? 32/27 ആണ് ഈ ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ at x equal to 4/3. കിട്ടിയോ? മനസ്സിലായോ? ഒന്നുകൂടെ പറയണോ? ക്രിസ്റ്റീന ഒന്നുകൂടെ പറയണോ? ഓക്കെ, ആദ്യം തൊട്ട് ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചിരിക്കണം. നമ്മുടെ ഫംഗ്ഷൻ y ഈക്വൽ ടു 2x സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ് ആണ്. ഓക്കെ, മാക്സിമം ആണോ മിനിമം ആണോ എന്ന് കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോ എപ്പോഴും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പം ഒരു ബോക്സ് വരച്ച് നെസസറി കണ്ടീഷൻ, സഫിഷ്യന്റ് കണ്ടീഷൻ, നേരത്തെ ഒരു ബോക്സ് ഞാൻ വരച്ച് കാണിച്ചില്ലേ, ഈ ബോക്സ് എല്ലാ ക്വസ്റ്റ്യനിലും ഈ ബോക്സ് ഉണ്ടായിരിക്കണം. ഈ ബോക്സിന് ഒരു 1.5-2 മാർക്ക് ഉണ്ട്. എല്ലാ ക്വസ്റ്റ്യനിലും ഈ ബോക്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് dy/dx ഈക്വൽ ടു 0 ആയിരിക്കണം. പിന്നെ d² y/dx സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ആണോ ലെസ് ദാൻ 0 ആണോ എന്ന് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ആദ്യം നമ്മൾ dy/dx കാണുന്നു. dy/dx is equal to 0 എന്ന് ഇക്വേറ്റ് ചെയ്യുന്നു. dy/dx കണ്ടുപിടിക്കുമ്പോൾ എത്ര കിട്ടും? 4x minus 3x square എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. ഇതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഒന്നെങ്കിൽ നമ്മുടെ b മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ആ ഇക്വേഷൻ ഉപയോഗിക്കാം. ബിക്കോസ് ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, സ്ക്വയർ വരുന്ന ഇക്വേഷൻ ആണ്. ഇതിന് 2 റൂട്ട് ഉണ്ടാവും, എക്സിന് 2 വാല്യൂ ഉണ്ടാവും. ഓക്കെ, ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചല്ലേ. ഓക്കെ, അപ്പൊ ഇതിലിപ്പോ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഇവിടെയും എക്സ് ഉണ്ട്, ഇവിടെയും എക്സ് ഉണ്ട്. എക്സിനെ നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു. x into 4 minus 3x. ഈ എക്സിനെ അകത്തേക്ക് കൊടുത്താൽ 4x minus 3x square എന്ന് കിട്ടും. അപ്പൊ x into 4 minus 3x equal to 0. ഇതിന്റെ അർത്ഥം രണ്ട് നമ്പേഴ്സ് തമ്മിൽ ഗുണിക്കുമ്പോൾ നമുക്ക് 0 കിട്ടുന്നുണ്ട്. അങ്ങനെ ആവണമെങ്കിൽ ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒരെണ്ണം 0 ആയിരിക്കണം. അപ്പൊ ആദ്യത്തെ ആൻസർ x equal to 0, x 0 ആവാം. രണ്ടാമത്തത് 4 minus 3x equal to 0. അതിന്റെ അർത്ഥം 4 ഈക്വൽ ടു ഈ മൈനസ് 3x അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 4 ഈക്വൽ ടു 3x, x ഈക്വൽ ടു 4/3. ഓക്കെ, ഓക്കെ ആണോ? അപ്പൊ എക്സിന്റെ 2 വാല്യൂസ് നമുക്ക് ക്രിസ്റ്റീന മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, എക്സിന്റെ 2 വാല്യൂസ് നമുക്ക് കിട്ടി.
ഇനി നമ്മൾ d²y/dx², നമ്മുടെ രണ്ടാമത്തെ കണ്ടീഷൻ നോക്കുവാണ്. d²y/dx² ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 4 - 6x എന്ന് കിട്ടും. ഇത് ഗ്രേറ്റർ ദാൻ 0 ആണോ ലെസ് ദാൻ 0 ആണോ എന്ന് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എക്സിന്റെ 2 വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസിൽ ഈ സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ ഗ്രേറ്റർ ദാൻ 0 ആണോ ലെസ് ദാൻ 0 ആണോ എന്ന് കണ്ടുപിടിക്കും. അപ്പൊ നമ്മൾ d²y/dx² at x = 0 ചെയ്യുന്നു. അതായത് 4 - 6x എക്സിന്റെ സ്ഥാനത്ത് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. implies 4 - 6 × 0. That is equal to 4. 4 is greater than 0. Therefore, the function is minimum greater than 0. Function is minimum at x = 0. അപ്പോ എക്സിന് 0 എന്നുള്ള ആൻസർ, എക്സിന് 0 എന്നുള്ള വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് വൈയുടെ മിനിമം വാല്യൂ കിട്ടും. ഓക്കെ, അതുപോലെ d²y/dx² at x = 4/3 implies 4 - 6 × 4/3. 4 - 6 × 4/3 ചെയ്യുമ്പോൾ ഇവിടെ 3ഉം 6ഉം കൂടെ കട്ട് ചെയ്ത് നമുക്ക് 4 - 8 എന്ന് കിട്ടും. That is equal to -4. -4 is less than 0. Therefore, the function is maxima at x = -4. അപ്പൊ x = -4 അല്ല, x = 4/3. Function is maxima at x = 4/3. അപ്പൊ എക്സിന് 4/3 എന്നുള്ള വാല്യൂ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ കിട്ടും. അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് x = 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് y = 2 × 0² - 0³ എന്ന് കിട്ടും. ഫുൾ ആൻസർ 0 ആയിരിക്കും. അപ്പോൾ ഈ ഫംഗ്ഷന്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. മിനിമം വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ഇനി ഇതിന്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കുന്നത് ഏതാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? എക്സിന് സ്ഥാനത്ത് 4/3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വെരി ഗുഡ്. 4/3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. y = 2 × 4/3 whole square minus 4/3 whole cube. That is equal to 2 × 16/9 minus 64/3³ 27. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് 16 × 2 32/9, 32 അല്ലേ, -64/27 എന്ന് കിട്ടും. ഇത് നമ്മൾ ഫ്രാക്ഷന്റെ സബ്ട്രാക്ഷൻ പഠിച്ചതുപോലെ 27ന്റെയും 9ന്റെയും LCM 27 ആണ്. അപ്പോ അല്ലെങ്കിൽ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലും മതി. കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ എളുപ്പം ഉണ്ടാവും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ കിട്ടും. LCM ചെയ്യുവാണെങ്കിൽ 27 ആണ് LCM. 9നെ 27 ആക്കാൻ × 3 ചെയ്യണം. അപ്പൊ ന്യൂമറേറ്ററിലും × 3 ചെയ്യണം. 32 × 3 ചെയ്താൽ 96 കിട്ടും. 96 - 64. That is equal to 32/27. ഇതാണ് ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ അറ്റ് x = 4/3. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഇല്ലസ്ട്രേഷൻ 14 നിങ്ങൾ ഇരുന്ന് ചെയ്യുക. അപ്പത്തേക്ക് ഞാൻ അടുത്ത ലിങ്ക് അയക്കാം. ഇല്ലസ്ട്രേഷൻ 14 ഇങ്ങനെയാണ്. ഡിറ്റർമൈൻ ദ മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഓഫ് ദി ഫംഗ്ഷൻ f of x = x³ - 6x² + 9x - 5. x³ - 6x² + 9x - 5. മാക്സിമം ആൻഡ് മിനിമം വാല്യൂ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. വാല്യൂ അപ്പൊ ഏതിലാണ് മാക്സിമം ഏതിലാണ് മിനിമം എന്ന് കണ്ടുപിടിച്ചിട്ട് മാക്സിമം വാല്യൂ മിനിമം വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ കണ്ടീഷൻ അവിടെ ആദ്യം എഴുതുക. നെസസറി കണ്ടീഷൻ ഇതാണ്, സഫിഷ്യന്റ് കണ്ടീഷൻ ഇതാണെന്ന് ഒരു ബോക്സ് വരച്ച് എഴുതുക. അതിനുശേഷം dy/dx കണ്ടുപിടിക്കുക.
dy/dx കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 3x² - 12x + 9 എന്ന് കിട്ടും. ദാറ്റ് ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് ഡെറിവേറ്റീവ് ചെയ്ത് നോക്കാതെ തന്നെ കിട്ടുന്നുണ്ടല്ലോ അല്ലെ? അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. 3x² - 12x + 9 = 0 എന്ന് കിട്ടും. ഇത് എന്ത് ഇക്വേഷൻ ആണ്? ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അപ്പൊ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ x = -b ± √b² - 4ac the whole divided by 2a. ഷുവർ ക്വസ്റ്റ്യൻ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കും. ഇങ്ങനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ സാധ്യത. ഓക്കെ, അപ്പൊ ഇതില് എയുടെ വാല്യൂ ഇസ് 3, ബിയുടെ വാല്യൂ ഇസ് -12, സിയുടെ വാല്യൂ ഇസ് 9. x² കോഎഫിഷ്യന്റ് ആണ് a, എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് b, കോൺസ്റ്റന്റ് ആണ് c. a = 3, b = -12, c = 9. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x = -12 ± √(-12² - 4 × 3 × 9 the whole divided by 2 × 3 is equal to 12 ± √(144 - 4 3s are 12, 12 × 9 108 divided by 6. അപ്പൊ എത്ര കിട്ടും? 12 ± 36 by 6 അല്ലേ? 3 ആണോ? എത്രയാ? 6 അല്ലേ? ഓക്കെ, അപ്പൊ 36ന്റെ സ്ക്വയർ റൂട്ട് എത്രയാ? 36ന്റെ സ്ക്വയർ റൂട്ട് 6. അപ്പൊ രണ്ട് ആൻസർ കിട്ടും. ഒരെണ്ണം 12 + 6/6 ഉം ഒരെണ്ണം 12 - 6/6. രണ്ട് ആൻസർ കിട്ടി. 3ഉം 1ഉം കിട്ടിയോ? 3ഉം 1ഉം കിട്ടിയോ? ഇനി സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ ചെക്ക് ചെയ്യാം. d²y/dx². d²y/dx² ചെയ്യുമ്പം എത്ര കിട്ടും? dy/dx എത്രയായിരുന്നു? dy/dx -12x². 9. അപ്പൊ 6x - 12. d²y/dx² 6x - 12. ഇതില് എക്സിന് 3 ഇട്ട് കൊടുക്കുക. അപ്പൊ എന്താ കിട്ടുന്നത് നോക്കുക. എക്സിന് 1 ഇട്ട് കൊടുക്കുക. അപ്പൊ എന്താ കിട്ടുന്നത് നോക്കുക. അപ്പൊ d²y/dx² at x = 3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6 × 3 - 12. That is equal to 18 - 12 = 6. Which is greater than 0. Therefore, the function is minimum. Very good. Minimum at x = 3. ഇവിടെ തന്നെ ആ മിനിമം വാല്യൂ അങ്ങ് കണ്ടുപിടിച്ചേക്കുവാണെങ്കിൽ എളുപ്പമുണ്ട്. മിനിമം വാല്യൂ ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യണം? x = 3 എന്നുള്ളത് നമ്മുടെ മെയിൻ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. മിനിമം വാല്യൂ ഇസ് ഈക്വൽ ടു 3³ - 6 × 3² + 9 × 3 - 5. That is equal to 27 - 6 × 9 plus 9 3s are 27 - 5. എത്ര വരും? വേഗം ഒന്ന് ചെയ്തിട്ട് പറഞ്ഞേ. -57 - 54 plus 27 - 5. 27 - 54 ഇത് എത്ര കിട്ടും? കാൽക്കുലേറ്ററിൽ ഒന്ന് ചെയ്ത് നോക്കിയേ. -27 കിട്ടും അല്ലേ? -27 plus 27 - 5. -27 plus 27 0, 0 - 5 -5.